നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം ഓ ജയമുദീരയേത്. എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം. ഹരിവംശ പ്രഭാഷണ പരമ്പരയുടെ 25-ാം ഘട്ടത്തിലേക്ക് കിടക്കുകയാണ്. കാണാൻ കംസന്റെ ധാവനത്തിലേക്കുള്ള യാത്ര, അമ്പാടിയിലേക്കുള്ള യാത്ര, രാമകൃഷ്ണന്മാരെ കൂട്ടിക്കൊണ്ട് അക്രൂര് മധുരയിലെത്തുന്നത്, അതിനിടയിൽ ഗോകുലപ്രദേശത്ത് ചെന്നിട്ട് ജനങ്ങളെ ഭയപ്പെടുത്തിയ കേശി ദാസനെ ഭഗവാൻ വധിക്കുന്നത്, ഈ ഭാഗങ്ങളൊക്കെയാണ് ഇന്ന് കാണാനുള്ളത്. നേരത്തെ പറഞ്ഞതുപോലെ കംസൻ വലിയൊരു സദസ്സിൽ വെച്ചിട്ട് വാസുദേവരെ നിന്ദിക്കുകയും വാസുദേവർ വഞ്ചകനാണെന്ന് കുറ്റപ്പെടുത്തുകയും ചെയ്തു. അക്രൂരനെ അമ്പാടിയിലേക്ക് അയക്കാൻ വേണ്ടി നിശ്ചയിച്ചു. വളരെ പരുഷമായ വാക്കൊക്കെയാണ് പറഞ്ഞത്. ഭൂരിപക്ഷ ആളുകളും സാധാരണ ലോകത്തെല്ലാതിലുള്ള പോലെ അദ്ദേഹത്തെ ഭയന്നിട്ടൊന്നും വേണ്ടിയില്ല. പക്ഷെ അന്ധകൻ എന്ന് പറയുന്ന ഒരാള് ആ സദസ്സിൽ വെച്ച് കംസനോട് അദ്ദേഹത്തിൻ്റെ ഈ നിശ്ചയങ്ങളൊക്കെ എതിർത്തുകൊണ്ട് ചിലതൊക്കെ ചെയ്തു. അന്ധകൻ കോസൽ കൂടാതെ ധൈര്യാൽ കേടറ്റ വാക്കവൻ വാഗ്മി ചൊല്ലി സദസ്സിങ്കൽ ഓജസ്സാൽ കംസനോടുടൻ. പദ്യം. ഓജസ്സോട് കൂടിയിട്ട് വാഗ്മിയായിരിക്കുന്ന ഈ അന്ധകൻ പറഞ്ഞു, അദ്ദേഹം പറഞ്ഞു, അല്ലയോ കംസ, നീ ഉണ്ണി എന്നൊക്കെയാണ് വിളിച്ച്, കുറച്ച് പ്രായമുള്ള ആളാണ്. കംസനോട് പറയാണ്, യോഗ്യർക്ക് അശ്ലാഘ്യമാണുണ്ണി നിന്റെ ഈ വാക്പരിശ്രമം. നീ ഇപ്പോൾ പറഞ്ഞ ഈ വാക്കുകളൊക്കെ അശ്ലാഘ്യമാണ്, പുകഴ്ത്താൻ പറ്റില്ല, നിന്ദിക്കപ്പെടേണ്ട വാക്കാണ് നീ പറഞ്ഞത്. ബന്ധുക്കളിൽ വിശേഷിച്ചു അയുക്തം സാധുഗർഹിതം. ഭവാൻ യാദവനല്ലെന്നോ കേൾക്കൂ ഈ പറയുന്നതും. നീ യാദവംശത്തിൽ ജനിച്ചല്ലേ, ആ മര്യാദയോ ധർമ്മബോധമൊന്നും ഇല്ലാതെയാണല്ലോ നീ സംസാരിക്കുന്നത്. ഉദ്ദേശം അത് എല്ലാ ഭാഗവും നമ്മൾ പറയേണ്ട കാര്യമില്ല. പറഞ്ഞത് നീ ഉഗ്രസേൻ്റെ മകനായി പറഞ്ഞല്ലോ, എന്നിട്ടും ഇങ്ങനെയൊക്കെ പറയുകയാണല്ലോ എന്ന് പറഞ്ഞു. വളരെ ഗൗരവത്തോടു കൂടി കാണേണ്ട ആളാണ് വസുദേവർ. അദ്ദേഹം വളരെ മാന്യനാണ്. അങ്ങനെ മാന്യനായ വസുദേവർ നീ നിന്നിച്ച് ശരിയായില്ല. നീ കൃഷ്ണൻ മോശക്കാരനാണ്, കൃഷ്ണനെ കൊണ്ട് നിനക്ക് ആപത്തുണ്ടാകുമെന്ന് വന്നാൽ തന്നെ അതിന് അയാളുടെ അച്ഛനെ കുറ്റം പറയുന്നതിന് അർത്ഥമില്ലല്ലോ. മക്കൾ വഷളായിപ്പോയി എന്നുള്ളത് കൊണ്ട് അച്ഛന്മാർക്ക് ദോഷം വരാനില്ലല്ലോ. മകൻ ദാരുണനായാലും അച്ഛൻ കരുണനായി വരാ. മക്കൾക്ക് വേണ്ടി അച്ഛന്മാർ കഷ്ടാപത്തും സഹിക്കുമേ. നീ ഗർഹിപ്പീലയോ പുത്രൻ മൂലം ഈ വസുദേവനെ. നിന്ദിപ്പേനത് നിൻ മിഥ്യാ പ്രലാപം കൃപണോക്തി. ഞാൻ നിന്റെ ഈ പ്രലാപം, അർത്ഥശൂന്യമായ വാക്ക് നിർത്തും, അതിനെ ഞാൻ അപലപിക്കുകയാണ്. നീ ചെയ്യുന്നത് ശരിയല്ല എന്ന്. വസുദേവൻ പുത്രമൂലം അകാര്യം ചെയ്തതെങ്കിലോ ഉഗ്രസേനൻ നിന്നെ എന്ത് ബാല്യത്തിൽ കൊന്നിടാഞ്ഞതും. നീ മകന്റെ ദോഷം വിചാരിച്ചിട്ട് അച്ഛനെ നിന്ദിക്കാം, അച്ഛനെ അപഹസിക്കാം എന്നൊക്കെ ആണെങ്കിൽ നിന്റെ ഈ ദുഷ്ടനായ നീ ഉണ്ടായതിൻ്റെ പേരിൽ ഉഗ്രസേനൻ നിന്നെ കൊന്നുകളഞ്ഞില്ലല്ലോ. നീ സംസ്കാരശൂന്യമായിട്ടൊക്കെ ഇതും ചെയ്യുന്നു പറയുന്നു. പക്ഷെ നിന്റെ അച്ഛനായ ഉഗ്രസേനൻ എന്ത് ചെയ്തു? പുത്രവാത്സല്യം കൊണ്ട് നിന്നെ വധിച്ചില്ല. അതേപോലെ ഈ കൃഷ്ണൻ മോശക്കാരനാണ് വന്നാലും വസുദേവൻ അതിന് കുറ്റം പറയാനില്ല. മക്കളോടുള്ള എല്ലാവർക്കും ഉണ്ടാവുമല്ലോ എന്നാണ്. കൃഷ്ണൻ ദേഷ്യനായി നിൽക്കെ വസുദേവ വിഗ്രഹനാൽ ഈ ദുർനിമിത്തങ്ങൾ നിനക്കൊണ്ടു ചൊല്ലുവോ ഭയത്തിനെ. ഇത് പറഞ്ഞു, നിന്റെ വളരെ മോശമായതാണ്. എന്തൊക്കെ ആപത്ത് ഈ യാദവംശത്തിനും മധുരാവരിക്ക് വരാൻ പോകുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം പലതരത്തിലുള്ള ദുർനിമിത്തങ്ങൾ കാണാനുണ്ട്. പുരാണങ്ങളിലൊക്കെ ഈ ദുർനിമിത്തങ്ങളെ വർണ്ണിക്കുന്നത് പല ദിക്കിലും കാണാം. ഉൽക്കകൾ പതിക്കുന്നു, കുറുക്കന്മാർ യാതൊരു ഭയമില്ലാതെ ഓരിയിടുന്നു, രക്തമഴ പെയ്യുന്നു, ഇങ്ങനെയൊക്കെയുള്ള ധാരാളം ദുർനിമിത്തങ്ങളൊക്കെ മഹാഭാരതത്തിൻ്റെ ഭാഗത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ബൃഹത്സംഹിത എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ദുർനിമിത്തങ്ങളൊക്കെ വർണ്ണിച്ചിട്ടുണ്ട്. അതനുസരിച്ചാണ് ഇവർ പറയുന്നത്. ഇതാ ഘോരഗ്രഹൻ രശ്മി കൊണ്ട് ചോരയിൽ മുട്ടുകയും വക്രം പെയ്യുന്നുണ്ട് ചൊവ്വ ഇത്രയിൽ ഘോര ദർശനം. നക്ഷത്രങ്ങളൊക്കെ ശരിയായ മാർഗത്തിലല്ല എന്നൊക്കെ പറയാണ്. കുറുക്കൻ ചുടലക്കാട് പോയിട്ട് തീപ്പൊരിചിയും. കുറുക്കന്മാർ ഓരിയിടുമ്പോൾ വായിൽ നിന്ന് തീ പറക്കുന്നതായി തോന്നുന്നു. ഇങ്ങനത്തെ വർണ്ണനകൾ ഭാഗവതത്തിലും മഹാഭാരതത്തിലൊക്കെ അനവധി ദിക്കിലുണ്ട്. ഈ രാഹുകേതുക്കൾ എന്താ ചെയ്യുന്നത്? ഈ ഗ്രഹങ്ങളൊക്കെ പിടിക്കുന്നു. അകപ്പാട് ദോഷമായിട്ട് കാണുന്നത് ദേവനൊക്കും വൃദ്ധനായ
അസ്വാഹൻ വസുദേവനെ മൗഢ്യാൽ ക്ഷേപിപ്പൂ നീ ദുഷ്ട ശമമെങ്ങു നിനക്കണോ. ഇങ്ങനെ അനവധി ദുർനിമിത്തങ്ങളുള്ള ദുഷിച്ചമായ കാലമാണെന്ന് തോന്നുന്നു ഈ കാലത്ത് നീ ദേവനെ പോലെ ബഹുമാന്യനായ ശോഭിക്കുന്നതിനായ വസുദേവൻ ഇങ്ങനെയൊക്കെ പറഞ്ഞല്ലോ. യഥാർത്ഥത്തില് നിന്നിൽ ഞങ്ങൾക്കെഴും സ്നേഹം ഞങ്ങളിപ്പോൾ തിരിക്കയായി സോംസത്തിന് അഹിതനാൻ നിന്നെ സേവിക്കയില്ലിനി. എന്നെപ്പോലുള്ള ആളുകളൊന്നും എന്തിയില്ല, സ്നേഹഹീനനായ വംശത്തിന് ഹാനി ഉണ്ടാക്കുന്നവനായ നിന്നെ സേവിക്കില്ല എന്നൊക്കെ അദ്ദേഹത്തോട് എതിർത്ത് പറയുകയും ചെയ്തു. അതുകൊണ്ട് നിന്റെ ഈ പോക്ക് ശരിയല്ല എന്ന് പറഞ്ഞു. ഏതായാലും ഇതൊക്കെ കേട്ടപ്പോൾ എന്തുകൊണ്ടോ കംസൻ ഉത്തരൊന്നും പറഞ്ഞില്ല. അന്ധകണ്ഠൻ വാക്കുകേട്ടു കംസൻ കണ്ണു ചുവന്നവൻ ഒന്നും മിണ്ടിയില്ല. കോപം പൂണ്ട് ആത്മഗേഹം കരേറിനാൻ എന്നർത്ഥം കവി പറയുന്നത്. ക്രോധക്കൊള്ളിലുണ്ടായിരുന്നെങ്കിലും എന്തുകൊണ്ടോ അദ്ദേഹം അന്ധകനെ എതിർത്തൊന്നും പറയുകയൊന്നും ചെയ്തില്ല. രാവണന്റെ സദസ്സിൽ വെച്ച് വിഭീഷണൻ കുറേ ന്യായവാദങ്ങളൊക്കെ പറഞ്ഞപ്പോൾ വിഭീഷണനെ കൊല്ലാൻ വേണ്ടി വാളൊക്കെ എടുക്കുന്നുണ്ടല്ലോ രാവണൻ, അതുപോലും ചെയ്തില്ല. ഞാൻ സഹിച്ചു അത്രയേ ഉള്ളൂ. സഹിച്ചു എന്ന് പറഞ്ഞാൽ എതിരായിട്ടൊന്നും പറഞ്ഞില്ല. ഉള്ളുകൊണ്ട് വലിയ ക്രോധം ഉണ്ടായിരുന്നു. അക്രൂരനും കണ്ണനെ കാണാൻ തൃപ്തനും കൽപ്പനപ്പടി. നേരത്തെ പറഞ്ഞേൽപ്പിച്ച പോലെ അക്രൂരനാകട്ടെ സദസ്സിൽ നിന്ന് ആ രാത്രി കഴിഞ്ഞ് പിറ്റേന്ന് രാവിലെ ഗോകുലത്തിലേക്ക് യാത്രയായി. പിന്നെ പറയുന്നത് ഇങ്ങനെ ഈ അക്രൂരനെ പറഞ്ഞേച്ച അക്രൂരൻ അവിടെ ഗോകുലത്തിൽ എത്തുന്നതിന് മുമ്പായി തന്നെ കംസൻ ആ ദുഷ്ടബുദ്ധി കൊണ്ട് തൻ്റെ അനുയായിയായ കേശി എന്നൊരു വലിയ അസുരനെ പറഞ്ഞിരിക്കുകയാണ്. ആള് ഒരു കുതിരയുടെ രൂപത്തിലാണ് വൃന്ദാവന ഭാഗത്തേക്ക് ചെല്ലുന്നത്. പിന്നെ അവനെ വർണ്ണിക്കാൻ നരമാംസാസ്ഥിതറി ശ്മശാനം പോലെ അവനും അശ്വാനൻ ദുഷ്ടബുദ്ധി ആ കേശി അവനൊന്നിടം കുളമ്പാൽ പിളരും ഭൂമി യൂക്കാൽ വൃക്ഷങ്ങൾ വീഴ്ത്തിടും ശബ്ദാൽ കാറ്റായി തിരക്കിയിടും വ്യോമം ചാടിക്കടന്നിടും. അതൊക്കെ ദുഷ്ടനാണ്. അതിൻ്റെ കുളമ്പടി കൊണ്ടും കുളമ്പ് പിന്നെ ഒക്കെ കൂടി വലിയ ബഹളം ഉണ്ടാക്കുന്നുണ്ട്. കുളമ്പാൽ പിളരും ഭൂമി ഏറ്റം വളർന്നവൻ മത്തൻ ദുഷ്ടൻ കാടേറ്റിടും ഭയം. അങ്ങനെയുള്ള ആ കേശി പുറപ്പെട്ടു കൃഷ്ണനെ വധിക്കാനായിട്ട്. ഗോകുലത്തിൽ ചെന്നു. സ്ത്രീകളൊക്കെ പേടിപ്പിച്ചു. കുട്ടികളൊക്കെ ഭയന്നിട്ട് ഓടി. മതത്താൽ വഴിതെറ്റുന്നവൻ നരമാംസമശിപ്പവൻ മനുഷ്യശബ്ദം കേട്ടെത്തും ക്രുദ്ധനാമവനവനെ ഒരിക്കൽ ഘോഷമുൾപ്പൊങ്കാൽ മൃത്യുപ്രേരിതനായവൻ അവനെ കണ്ടോടി ഗോപന്മാരും സ്ത്രീകൾ ശിശുക്കളും വിളിച്ചാർത്തും ജഗന്നാഥൻ കണ്ണനെ പോയി സഹിച്ചുതേ. ജനങ്ങൾ പല ആപത്തും വരുമ്പോൾ മുമ്പും ചെയ്തിട്ടുള്ളവരാണ് കൃഷ്ണ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് കൃഷ്ണൻ്റെ അടുത്ത് ചെയ്യുന്നു. കൃഷ്ണകാലത്തിന് കൗമാരത്തിലെത്തിയിട്ടേ ഉള്ളൂ. എന്നാലും കൃഷ്ണന് അസാമാന്യമായ കഴിവുണ്ട് ജനങ്ങൾക്കറിയാം. അതുകൊണ്ടാണ് കൃഷ്ണൻ എന്ത് ചെയ്തു, ഈ അസുരനെ നേരിടാനായിട്ട് വന്നു. അയാസനായൊരാ കേശി പാനെത്തുന്നത് കണ്ടുടൻ എതിർത്തു ചെന്നു ഗോവിന്ദൻ മേഘം ചന്ദ്രനോടാം വിധം. ചന്ദ്രൻ സൗമ്യരൂപിയാണല്ലോ. ചന്ദ്രനോട് മേഘത്തെ പോലെ എന്നാണ്. പക്ഷെ ചിലരൊക്കെ വിളിച്ചു പറഞ്ഞു, അല്ലയോ കൃഷ്ണ ഉണ്ണി, നീ ഈ അസുരനോട് യുദ്ധത്തിന് പുറപ്പെടരുത്. ഇത് നല്ല മായാവിയാണ്, കപടനാണ്, വളരെ ശക്തിയുള്ളവനാണ്, ദയയില്ലാത്തവനാണ്. ഇവൻ കംസന്റെ തനേനുണ്ണി പ്രാണൻ ബഹിഷ്ഠരൻ അശ്വങ്ങളിൽ ശ്രേഷ്ഠനൻ എതിരൊറ്റോൻ പോരിന്നു മാനവൻ അവധ്യൻ സർവജീവിക്കും പാപം ചെയ്പോൽ മുൻപനാം. മഹാഭാവിയാണ്, പക്ഷെ ഇവനെ കൊല്ലെളുപ്പമല്ല. അവൻ അവധ്യനാണ്, കൊല്ലപ്പെടാൻ കഴിയാത്തവനാണ്. നീ പുറപ്പെടാന്ന് പറഞ്ഞു. പക്ഷെ കൃഷ്ണൻ അടുത്ത് ചെയ്യുന്നു, അതിനെ പ്രകോപിപ്പിച്ചു. അതെന്ത് ചെയ്തു, എന്നിട്ട് കൃഷ്ണൻ്റെ കൈ കടിക്കാൻ നോക്കി. തീഷ്ണതം സ്ട്രായുധമെഴും ഘോരവക്രത്തിനാലുമേ ചൊടിച്ചു വജിച്ച കുതിര കണ്ണൻ്റെ കൈ കടിച്ചിടിനാനുടൻ കണ്ണനോടേറ്റവൻ തൂവും തടാകേശ്വരമുള്ളവൻ ശോഭിച്ചു കേശി വാനിങ്കൽ കാലകലർന്ന അർക്കധാടിയിൽ. ഈ കൃഷ്ണൻ്റെ മാറിലേക്കൊക്കെ മുൻകാലം കൊണ്ട് ചവിട്ടാനൊക്കെ നോക്കിയത് കൃഷ്ണനായിട്ട് തൻ്റെ ബലമുള്ളതായ കൈ അതിൻ്റെ വായിലേക്ക് തിരികിയതാണ്. ഗർവുള്ളവൻ്റെ വായിങ്കൽ വൻപഴും കൈ കടത്തിനാൻ. കൈ അങ്ങോട്ട് വെച്ചു കൊടുക്കുകയായിരുന്നു. ഈ കൈ ഭഗവാന്റെ മായാവിദ്യ കൊണ്ട് വളരെ ശക്തവും തടിച്ചതും വലിപ്പമുള്ളതുമായി തീർന്നു. ഇപ്പോൾ വായിൽ കൊള്ളില്ല, അവന് കടിക്കാമില്ലല്ലോ. കടിക്കണമെങ്കിൽ ഈ എന്തിനാ കടിക്കണോ, അത് ചെറുതും വായിൽ കൊള്ളുന്നൊക്കെ ആവണ്ടേ. അതിന് കടിക്കാനൊന്നും സാധിക്കാത്ത വിധത്തിൽ അത് വിഷമിച്ചു. അതുപോലെ അത് ശ്വാസം മുട്ടി. കണ്ണൻ്റെ മാറിൽ കൊണ്ടു. അപ്പോഴാണ് ഈ കൈ വായിലിട്ട് കൊടുത്തത്. അവൻ ആ കൈ കടിപ്പാനും മുറുക്കാനും അശക്തനായി. കടപൊട്ടിയ പല്ലൊത്തു
നുര ചോരകൾ കക്കിയും ഓഷ്ടങ്ങൾ കീറി വല്ലാതെ കന്നപ്പെട്ടും പിളർന്നവൻ വികൃതം കെട്ട് വിട്ടുള്ള കണ്ണു രണ്ടും തുറിച്ചുപോയി. വായക്കനെ കുത്തി കയറ്റിയപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കറിയാലോ, വായിൽ സാധനം ഉള്ളത് ഇറക്കാൻ പോലും കഴിയാത്തതിലാവുമ്പോൾ ശ്വാസം മുട്ടാതെ നമുക്ക് കണ്ണുകളൊക്കെ തുറിച്ചു. കേശി തൻ വായിലുൾപ്പൊക്ക കണ്ണൻ്റെ കൈവിളങ്ങിതേ അർത്ഥെന്തു കാന്തികളിലും വർഷക്കാരണി പോലവേ കണ്ണൻ്റെ കയ്യാൽ കൊഴിയും കേശിയുടെ വല്ലുകൾ. ഭഗവാന്റെ ഇരുമ്പ് സമാനമായ കൈകൾ ആ കേശിയുടെ വായിൽ തിരികെ കൊടുത്തപ്പോൾ അവരുടെ പല്ലുകളൊക്കെ അടിഞ്ഞു വീണു നോക്കിയാണ്. അതിൽ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു, ഈ കൃഷ്ണൻ കൈ ഉള്ളിലേക്ക് അയറ്റി ആ കേശിയുടെ ആ കുതിരയുടെ ശരീരം രണ്ടായി പടർന്ന പോലെയായിട്ടാണ്. കൈൻ്റെ രണ്ട് ഭാഗത്തുമായിട്ട് ശരീരം തന്നെ പടർന്നു പോയിന്നാണ്. തൻ്റെ കൈ വലുതാക്കിയിട്ടു പിളർന്ന നോക്കിയപ്പോഴേ കേശി ഉച്ചത്തിലലറി വ്യക്തമുണ്ടത് ആനവൻ പിടഞ്ഞു മെയ്വ തളർന്നിട്ടു ചോര കക്കി ഏറ്റവും അംഗങ്ങളറ്റ മെയ്യോടും പാതിയറ്റദ്രി പോലവേ. പകുതിക്ക് വെച്ച് രണ്ടായി മുറിഞ്ഞു പോയ ഒരു വലിയ പർവ്വതം പോലെ വീണു നോക്കിയാണ്. അതോടുകൂടി അവനെ കഥ കഴിഞ്ഞു. ആൾക്കാരൊക്കെ അഭിനന്ദിച്ചു കൃഷ്ണനെ. കണ്ണൻ പുഞ്ചിരി കൊണ്ടേവം അവിടെ നിൽപ്പുമായി. ആ കേശിയെ കൊന്നു കണ്ടു ഗോപവധുക്കളും പ്രമോദം പൂണ്ടിതെല്ലാവരും വിഘ്നക്ലേശങ്ങളറ്റവർ. ശ്രീമാനം കണ്ണനെ വയസ്ഥാനങ്ങൾക്കനുരൂപമായി. അവനവൻ്റെ വയസ്സിനും സ്വരൂപത്തിനൊക്കെ അനുസരിച്ച് പോഴ്ത്തിയതാണ്. അവനൊക്കെ പറഞ്ഞു, ഇതായാലും ആശ്ചര്യമുണ്ണീ നിൻ കർമ്മം, നീ ചെയ്ത വലിയ കാര്യം തന്നെ. ദൈത്യൻ ഭൂമിധരൻ കൃഷ്ണ ഹയരൂപം എന്നവൻ വൃന്ദാവനം ക്ഷമ്യമാക്കി. അങ്ങനെ മൃഗദ്വിജ സേവ്യമായി. ഈ പാപിയായവനെ നീ കൊന്നുകൊണ്ട് ഇപ്പോൾ വൃന്ദാവനം പശുക്കൾക്കും മനുഷ്യർക്കൊക്കെ സഞ്ചാരയോഗ്യവും വാസയോഗ്യമാക്കി തീർത്തുവല്ലോ. സാധാരണയിൽ ആർക്കും ഇവരോട് എതിരിടാൻ കഴിയില്ല. ഇവൻ്റെ നേരെ നിൽപ്പാനില്ല ആരും ജീവൻ കൊതിപ്പവർ. അങ്ങനെയുള്ള അസുരനെയാണല്ലോ നീ കൊന്നു, നീ ഇവിടെ രക്ഷിച്ചുവല്ലോ. സ്തുതിച്ചു. അതിനുശേഷം ഞാനോ പ്രിയൻ ആ സമയത്ത് അപ്പോഴേക്ക് നാരദൻ പ്രത്യക്ഷമായി. നാരദൻ എല്ലാ ദിക്കും സഞ്ചരിക്കുന്ന ആളാണേ. കേശി കൊല്ലപ്പെട്ടു എന്ന് കേട്ടപ്പോൾ നാരദൻ വന്നു. നാരദൻ ഭഗവാൻ അഭിനന്ദിച്ചു. എന്നിട്ട് പറഞ്ഞു, നീയൊക്കെ ചെയ്തൊക്കെ വളരെ നന്നായി, എനിക്ക് യുദ്ധമൊക്കെ കളയാൻ വലിയ സന്തോഷമാണ്. ഞാനും ഓരാണ് അപ്രിയൻ ദാദാ നിന്നിൽ പറ്റിയിടും ഉള്ളോടും എനിക്കിതിനോട് സ്നേഹമുണ്ട്. നീ ഇങ്ങനെ ഈ കേശിയായിട്ട് യുദ്ധം ചെയ്ത് കൊന്നു നന്നായി. ഇനി നീ എന്ത് ചെയ്യണം, വലിയ താമസമില്ലാതെ ആ കംസനെ വധിക്കണമെന്നൊക്കെ നിർദ്ദേശിക്കാൻ കുറച്ച് വിസ്തരിച്ച് പറയുന്നുണ്ട്. ഇത് പർവ്വങ്ങൾ നിന്റെ കൈ കൊണ്ട് ഈ ദേഹം നീ കീറിയില്ലയോ, ഇതാണ് ഇവൻ്റെ ചാക്കിനു വിശ്വയോ നീ വിധിച്ചതും. വിശ്വൻ്റെ ബ്രഹ്മാവ്. ഇതൊക്കെ ചാക്ക് എന്ന് പറഞ്ഞാൽ ഒക്കെ മരണമാണ്. എത്രയോ ദിക്കിന് മരണം എന്നുള്ളതിനുള്ള ചാക്ക് എന്നുള്ള പദമാണ് തമ്പുരാൻ ഉപയോഗിച്ചിട്ടുള്ളത്. ചാക്കിന് വെച്ചാൽ മരണത്തിന് നടത്തും. ഭാരതപ്പോർ കടലിനും കാലമൊട്ടനിലായി കയ്യിലായി നിൽപ്പു യുദ്ധങ്ങൾ വിണ്ണേറും മന്നവർക്കിഹ. അതുകൊണ്ട് ഇനി ഗംഭീരമായ മഹാഭാരത യുദ്ധം ഉണ്ടാവും എന്നൊക്കെ നാരദൻ പ്രവചിക്കുന്നതായി. അതൊക്കെ വേണ്ടതാ. ഭാരതപ്പോർ കടലിനും കാലമൊട്ടനിലായി കയ്യിലായി നിൽപ്പു യുദ്ധങ്ങൾ വിണ്ണേറും മന്നവർക്കിഹ. യുദ്ധത്തെക്കുറിച്ച് ക്ഷത്രിയന്മാർക്ക് ഭയപ്പെടാനൊന്നുമില്ലതാണ്. കാരണം അത് സ്വർഗസ്ഥാനം നൽകുന്നതാണ് യുദ്ധം. ഇതിൽ മരിച്ചാൽ സ്വർഗരാജ്യം ഉണ്ട് എന്നുള്ളത് പ്രസിദ്ധമാണ്. മഹാഭാരതത്തിൽ എത്രയോ ദിക്കിൽ പറയുന്നുണ്ട്. മരിച്ചിട്ട് ധീരരായി യുദ്ധം ചെയ്ത് മരിച്ചിട്ട് സ്വർഗം കഴിയാണ് നല്ലത്. ഇതിനൊക്കെ സമയം ഉണ്ടാവും. നിന്റെ കർമ്മം കണ്ടത് ഞാൻ നിന്നെയും ഇപ്പം ഞാനിതാ പോവുകയാണ്, നീ കംസനെ കൊന്നതിന് ശേഷം കാണാമെന്ന് പറഞ്ഞു. ഇതൊക്കെ കൃത്യമായ ഒരു അതിൻ്റെ ഉണ്ടാക്കി കൊടുക്കുകയാണ് നാരദൻ ചെയ്തത്. ഇത് പറഞ്ഞു, കംസനെ കൊന്നതിൽ പിന്നെ കാണാം പോകുന്നു സാധു ഞാൻ. കൊല്ലുന്നൊക്കെ ഉള്ളത് വളരെ ഉറപ്പാന്നർത്ഥം. താമസമില്ലാതെ നീ കംസനെ കൊല്ലും, അതിനുശേഷം നമുക്ക് കാണാം നമുക്ക് പറഞ്ഞു പോവുകയും ചെയ്യും. പിന്നീട് ഉള്ള അധ്യായത്തിൽ 25-ാമത്തെ അധ്യായത്തിൽ അക്രൂരൻ അവിടുന്ന് പുറപ്പെട്ടു. അക്രൂരൻ അമ്പാടിയിലെത്തിയതും ഒക്കെയുള്ള വിശേഷങ്ങൾ പറയാൻ. അക്രൂരൻ്റെ യാത്രയെപ്പറ്റി ധാരാളം കവികൾ തിരിച്ചെഴുതിയിട്ടുണ്ട്. അക്രൂരൻ്റെ ഭക്തിയും അക്രൂരൻ ഭഗവാനെ പറ്റി വിചാരിക്കുന്നതും. കൃഷ്ണഗാഥയിലെ പ്രസിദ്ധമായ ഭാഗമുണ്ട്. കണ്ണനെ കൺമഹതീനായല്ലോ പോകുന്നു പുണ്യവാനെന്നതു നിർണയം ഞാൻ തുടങ്ങുന്ന 10-40ഓളം വരികളിൽ ഈ അക്രൂരൻ്റെ മനോവികാരങ്ങളൊക്കെ വിശദമായി വർണ്ണിക്കുന്നുണ്ട്. ഭാഗവതത്തിലുണ്ട്. ഈ അക്രൂരൻ കൃഷ്ണനെ കാണാൻ പോകുമ്പോൾ ലളിതമായ മനസ്സോട് കൂടിയിട്ട് ഭഗവാനെ കാണാൻ സാധിക്കുമോ, ഭഗവാനോട് സംസാരിക്കുമോ, ഞാൻ കംസൻ്റെ ദൂതനായിട്ട് ചെല്ലുന്നത് കൊണ്ട് ഞാനും അവൻ്റെ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണെന്ന് തെറ്റിദ്ധരിക്കുമോ എന്നൊക്കെ പല ആശങ്കകളും പല മോഹങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോവുകയാണ്.
യഥാർത്ഥത്തിൽ അത്രയൊന്നും ദൂരമില്ല എന്നാണ് പറയുന്നത്. മധുരയിൽ നിന്ന് ഈ വൃന്ദാവനത്തിലേക്ക് ഒരു 5-6 മണിക്കൂർ കൊണ്ട് എത്താവുന്നതാണ്. പക്ഷെ ഇദ്ദേഹം വെള്ളം നേരത്തെ പുറപ്പെട്ട് സന്ധ്യാസമയത്ത് അവിടെ എത്തിയിരുന്നത്. കാരണം മനോരാജ്യങ്ങളൊക്കെ വിചാരിച്ചിങ്ങനെ നടക്കുന്ന കുതിരയൊന്നും വേണ്ട പോലെ തെളിക്കുകയോ ശ്രദ്ധിക്കുകയോ ചെയ്യാത്തതുകൊണ്ടാണ് ഈ സന്ധ്യാസമയമാകുമ്പോഴേക്കും അവിടെ എത്തിയിരുന്നതാണ്. ഗോകുലത്തിലാകട്ടെ പശുവിനെ കറക്കുന്നതിന് വലിയ ശബ്ദമായിരുന്നു. ആയിരക്കണക്കിന് പശുക്കളുണ്ടല്ലോ, അതിൻ്റെയൊക്കെ ബഹളമായിരുന്നു. അത് കണ്ടുകൊണ്ട് അങ്ങനെ പോയി എന്ന് പറഞ്ഞിട്ട് അക്രൂരൻ്റെ യാത്ര വർണ്ണിക്കുക. കേമായിട്ട് വന്നാ പശുക്കളെ കയറഴിച്ചെടുത്തോ വിളിക്കവേ ഗോപന്മാർ നിരതം കൂട്ടും പൈക്കൂട്ടത്തെ അണയ്ക്കവേ കൂടിച്ചേർത്തുള്ള വരളി ചുറ്റും കത്തിച്ചിരിക്കവേ. ചാണകം ഉണ്ടാക്കുന്നതാണ് വരളി. നമ്മുടെ ഒരു ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നത് ഉണ്ടായിരുന്നു. പകൽ തീരെ കഴിഞ്ഞിട്ടു രാത്രി ഒട്ടു തുടങ്ങവേ. രാത്രി തുടങ്ങാറാവുന്ന സമയത്ത് സൂര്യ തേജസ് പോയിട്ടു ചന്ദ്ര തേജസ് അടുക്കവേ. അങ്ങനെയൊക്കെയുള്ളതായ സമയത്താണ് ഈ അക്രൂരൻ ഗോപവാടത്തിലെത്തിയത്. അവിടെ ഈ പ്രവേശനദ്വാരത്തിൽ തന്നെ കൃഷ്ണൻ്റെ കാലടികൾ ഇങ്ങനെ പുഴിയിൽ തെളിഞ്ഞു കണ്ടു. എങ്ങനെയാണ് കൃഷ്ണനെന്ന് മനസ്സിലാക്കുക? 100 കണക്കിന് കുട്ടികളുണ്ട് അമ്പാടിയിൽ. കൃഷ്ണൻ്റെ കാലുകളിൽ സിദ്ധമായ ചില അടയാളങ്ങളുണ്ട്. ശംഖ്, ചക്രം, തോട്ടി മുതലായ അടയാളങ്ങളൊക്കെ ഉണ്ട്. അത് കണ്ടിട്ടാണ് കൃഷ്ണകാതിൽ കാണാം പൊഴിയിൽ കാണായി പോകുന്നേരം. അപ്പം ആ പ്രഭുവായിരിക്കുന്ന ഭഗവാന്റെ കാലടി പതിഞ്ഞതാണല്ലോ ഈ മണ്ണെന്ന് ഉള്ള വിചാരത്തോട് കൂടിയിട്ട് ഭക്തിയുടെ കടുപ്പം കൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു? ആ മണ്ണൊക്കെ വാരി തലയിലിട്ടു എന്നൊക്കെ കാണാം. ഹർഷം പൂണ്ട മുഖത്തോടും കണ്ണൊഴുകുന്ന കണ്ണടും കടക്കുമ്പോൾ കണ്ടു ഗോദോഹനദ്വാരത്തിലായവൻ വത്സമധ്യേ വത്സവൃഷവില്യനായ ഒരു കണ്ണനെ. അവനെ ഹർഷം പൂണ്ടിണെന്നുള്ള വാക്കിനാൽ ഒക്കെ മനോഹരമായിട്ട് ഭാഗവത്തിൽ പറഞ്ഞ് കാണാം. ബാലദ്രത വിക്രമവും എന്നൊക്കെയാണ്. ഈ അക്രൂര് ചെല്ലുന്ന സമയത്ത് പശുവിനെ കറക്കുന്ന യശോദയുടെ അടുത്ത് ഈ കൃഷ്ണൻ രാവനും പാൽപാത്രവും പിടിച്ചിട്ട് സാധുക്കളായ കുട്ടികളെ പോലെ നിൽക്കുന്നുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ ഇവരാരാണ്? കുട്ടിയാനകളെപ്പോലെ വിക്രമികളാണ്. പക്ഷെ ഇപ്പം നിൽപ്പ് കണ്ടാൽ വളരെ ദയനീയരായിട്ട് അമ്മ പശുവിനെ കറന്നിട്ട് പാല് കിട്ടിയിട്ട് വേണം എന്തെങ്കിലും കഴിച്ചു കൂട്ടാന്നുള്ള മട്ടിലിരിക്കുകയാണ്. അത് കണ്ടു കഴിഞ്ഞപ്പോൾ അക്രൂരൻ വാഴ്ത്തിനാൻ യൗവനാരംഭം പൂണ്ട കണ്ണനെ ഈവനാ പുണ്ടരീകാക്ഷൻ സിംഹചാർദൂല വിക്രമൻ നീർ കൊണ്ടൽക്കാർ വർണ്ണൻ പർവ്വതപ്രവരാകൃതി. അക്രൂരൻ മനസ്സുകൊണ്ട് സ്തുതിച്ചു. ഇയാളെ ആ പുണ്ടരീകാക്ഷനായ താമരക്കണ്ണനായ കൃഷ്ണൻ താളവർണ്ണത്തിന് നിറത്തോടു കൂടിയവനാണ്. ഇവൻ യാദവന്മാർക്ക് നാളെ രക്ഷയുള്ള ശത്രുക്കളെ മുടിച്ചിടും കൈകളും ചേർന്നിടുന്നവൻ. മൂർത്തി പൂണ്ടോൻ രഹസ്യാത്മാജകൾ പൂജക്കൊരാസ്പദം. ഗോപവേഷം പൂണ്ട വിഷ്ണു രോമം മേൽപൊട്ടി എന്നവൻ. കിരീട ചിഹ്നവേലും ഛത്രകോശിരസ്സുമായി ഛത്രാകാര ചിരസ്സുമായി കുണ്ടലങ്ങളൊക്കെ കാതുമായി വിലസുന്നവൻ. കൃഷ്ണൻ്റെ വേഷത്തെ വിധാനത്തെയൊക്കെ പൊഴുത്തി മനസ്സുകൊണ്ട് പൊഴുത്തിക്കൊണ്ട് അടുത്തി തന്നു. അപ്പോൾ ഈ രാമകൃഷ്ണന്മാർ ആതിഥ്യമര്യാദയോടുകൂടി അക്രൂരനെ സ്വീകരിച്ചു. അക്രൂരൻ ചെന്നിട്ട് കംസൻ്റെ ഉദ്ദേശങ്ങളൊക്കെ രഹസ്യമായി ധരിപ്പിച്ചു. അവിടെ മധുരാപുരിയിൽ വലിയതായൊരു ധനുർയാഗം നടക്കുന്നുണ്ട്. അതിന് പ്രജകളിൽ നിന്നുള്ള എനിക്ക് നിങ്ങളൊക്കെ ക്ഷണിച്ചിരിക്കുകയാണ്. അവിടെ ഇവിടെ നിന്ന് പാലുൽപ്പന്നങ്ങളായി തൈര്, നെയ്യ്, വെണ്ണ മുതലാതൊക്കെ എടുത്തിട്ട് അവിടെ ചെല്ലണമെന്നൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞു. അതിനിടയ്ക്ക് ഭഗവാന്റെ കേമത്തങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് വിചാരിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് പറഞ്ഞു, മക്കളെ നമുക്ക് രാവിലെ ആകുമ്പോൾ മധുരാപുരിക്ക് പോകണം. നാളെ ഉണ്ണി സുഖത്തിനായി മധുരാപുരി പോകണം. വ്രതങ്ങളൊക്കെയും പോരും സപരിഗ്രഹനിലെ ഗോപന്മാരും ഒക്കെ കൂടെ വരും. നിങ്ങൾ ഒറ്റയ്ക്കല്ല, മറ്റ് ജനങ്ങളും ഗോപന്മാരൊക്കെ കൂടെ പോകും. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ അമ്മയെ കാണാം അക്രൂരൻ പറഞ്ഞു. ഈ രീതിയിൽ നല്ല ഭാഗവത്തിലുള്ളത്. അക്രൂരൻ നേരിട്ട് നിങ്ങൾ വസുദേവരുടെയും ദേവകിയുടെയും മക്കളാണ്. നിങ്ങളുടെ ജ്യേഷ്ഠന്മാരൊക്കെ കംസൻ കൊന്നു കളഞ്ഞുകൊണ്ട് വളരെ ദുഃഖിതയായി കഴിയാണ് ആ ദേവകി. 6-7 മക്കളെ പ്രസവിച്ചിട്ട് ഒരാളെ പോലും താലോലിക്കാനൊക്കെ സാധിച്ചില്ല എന്നുള്ള ദുഃഖങ്ങളൊക്കെ കൃഷ്ണനോട് പറയുന്നതായിട്ടാണ് ഇവിടെ ഉള്ളത്. അതൊന്നും ഭാഗവത്തില്ലാത്തതാണ്. കംസ വധത്തിന് ശേഷമാണ് നന്ദഗോപുരൊക്കെ അറിയുന്നത് എൻ്റെ മക്കളല്ലാന്ന് അറിയുന്നത് എന്നുള്ള മട്ടിലാണ്. ഇവിടെ കംസനോട് ഈ ചരിത്രങ്ങളൊക്കെ കൃഷ്ണനോട് അക്രൂരൻ പറയുന്നതായിട്ട് കാണാം. സർവജ്ഞനായിരിക്കുന്ന ഭഗവാൻ ഇതൊക്കെ അറിയെങ്കിലും ഇവിടെ അങ്ങനെ കാണാം. ഗോവിന്ദ കാണാം തന്മക്കൾ മുലഞ്ഞക്കാത്തൊരമ്മയെ ഗോവിന്ദ കാണാം ദേവകിയെ മങ്ങി മാഴുന്ന രുത്തിയെ. എൻ്റെ അമ്മയായ ദേവകി
സ്വന്തം മക്കൾക്ക് മുല കൊടുക്കാൻ സാധിക്കാത്തോളാന്ന് പറയാൻ. അങ്ങനെ പുത്രശോകാളിൽ മെലിഞ്ഞോളെ നിൻ കാഴ്ചയ്ക്കാഹിതാശയെ കിട്ടിയില്ലാത്ത വൈ പോലെ കുട്ടിയില്ലാത്ത വൈ പോലെ വിയോഗക്ലേശത്തെ. കുട്ടിയെത്തുപോയ പശുവിനെ പോലെ ദുഃഖിക്കുന്നവളാണ് അവള്. ഈ 5-6 പ്രസവിച്ചെങ്കിലും എന്ത് ചാരിതാർത്ഥ്യാണുള്ളത് എന്നൊക്കെ അവളോട് പറയാം. അതുകൊണ്ട് നിങ്ങൾ അവിടെ ചെന്നിട്ട് അമ്മയെ സമാധാനിപ്പിക്കണം. ഉണ്ണി ദേവകി നിന്നെ പെറ്റെന്നാലും കിഴവതാകിലോ അപത്യം കൊണ്ട് അവൾക്കെന്തുണ്ട് അനപത്യത ഭേദമാം. അനപത്യത കുട്ടികളില്ലാത്ത അവസ്ഥയാണ്. യഥാർത്ഥത്തിൽ കുറേ കുട്ടികളൊക്കെ പ്രസവിച്ചെങ്കിലും സന്തോഷത്തിനോ സുഖത്തിനോ ഒന്നും വകയിട്ടായില്ല. ഇങ്ങനെ ഇരിക്കുക ഇതിനേക്കാൾ നല്ലത് എന്താണ്, കുട്ടികളില്ലാതിരിക്കുന്നതാണ് ഒക്കെ പറയുകയും ചെയ്തു. പിറ്റേന്ന് അവർ പുറപ്പെട്ടു. കാളിന്തിയുടെ അടുത്തെത്തിയപ്പോൾ അക്രൂരൻ പറഞ്ഞു, ഞാൻ കാളിന്തിയുടെ കയത്തിൽ സാക്ഷാൽ സംഘർഷമൂർത്തിയായ നാഗേശ്വരൻ അദ്ദേഹത്തെ സ്തുതിച്ചിട്ട് വരാമെന്ന് പറഞ്ഞതാണ്. ഇതൊക്കെ ഭാഗവത്തിൽ വ്യത്യസ്തമായിട്ടാണ് അവരോട് പറഞ്ഞതാ, നിങ്ങളിവിടെ ഇരിക്കൂ, ഈ കാളിന്തിക്കയത്തിങ്കൽ സ്തുതിഷ്യൻ ഭുജകേശനെ ദിവ്യമാകും ഭാഗവത മന്ത്രത്താൽ സർവനാഥനെ മുഖ്യൻ ഭാഗവതൻ സർവലോക ഭാവനദേവനെ സഹസ്രശീർഷനാം ദേവേൻ അനന്തൻ നീലവസ്ത്രമേ. അനന്തനായകനായിരിക്കുന്ന ഭഗവാൻ ഞാൻ ഈ കാര്യത്തിൽ സ്തുതിച്ചു വരാം, നിങ്ങളിവിടെ തേരിൽ സ്വസ്ഥമായിരിക്കും എന്ന് പറഞ്ഞിട്ട് കുളിക്കാനും ആ സംഘർഷനെ സ്തുതിക്കാനായിട്ട് പോയതാണ്. അവിടെ കേമായിട്ട് സംഘർഷമൂർത്തിയെ വർണ്ണിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഉച്ചതിന് ശേഷം പൊങ്ങി വെള്ളത്തിൽ താഴ്ന്നിട്ടാണ് ചെയ്തത്. പൊങ്ങി നോക്കിയപ്പോൾ എന്താണ്, പൊങ്ങി ഞാൻ വിസ്മയിച്ച ആറ്റിൽ നിന്ന് അമിത ദക്ഷിണൻ അവിടെയും തേൽവാടും രാമകൃഷ്ണനെ ആയവർ. ഈ വെള്ളത്തിനുള്ളിൽ എന്ത് ചെയ്തു, ഈ രാമകൃഷ്ണന്മാരെ ഇദ്ദേഹം മുങ്ങിയ സമയത്ത് കണ്ടു. അതേപോലെ തല പൊക്കി നോക്കിയപ്പോൾ തേരിൽ താനിരുത്തിയതുപോലെ ഈ കുട്ടികൾ അവിടെ ഇരിക്കുന്നു. ഞാൻ 2 ദിക്കിൽ ഒരേ സമയത്ത് കണ്ടു. ആ പല വിസ്മയപ്പെടുകയും വിഭ്രമിക്കുകയും ചെയ്തു. ഇത് സാക്ഷാൽ ഭഗവാൻ തന്നെ മനസ്സിലാക്കി നോക്കിയാണ്. കഴിഞ്ഞ് തേരിനടുത്തേക്ക് വന്നു. രാമകൃഷ്ണന്മാർ ചോദിച്ചു, എന്താണ് ഇത്രയൊക്കെ നേരം കളയാൻ കാരണം, എന്താ അവിടെ വലിയ അത്ഭുതമുണ്ടോ എന്ന് ചോദിച്ചു. എന്താണ് നാഗലോകത്തിൻ കഥ ഭാഗവത ഹൃദയം, ആ ഹൃദയത്തിൽ എന്താ അത്ഭുതമുള്ളൂ എന്ന് ചോദിച്ചു. ഇതൊക്കെ ഭാഗവതത്തിലുണ്ട്. അർജുനൻ അവിടെ പറയുന്നത്, അല്ലയോ ഭഗവാനെ, അങ്ങയുടെ മായ കൊണ്ടുള്ള അത്ഭുതമാണ് ഭൂമിയിലും ആകാശത്തിലും വെള്ളത്തിലും ഒക്കെ ഉള്ളത്, വേറെ എന്താ ഉള്ളത് എന്ന് പറഞ്ഞിട്ട് തേര് തെളിച്ച് പോവുകയും ചെയ്തു. അങ്ങനെ സന്ധ്യാസമയത്തിന് മുമ്പായിട്ട് അവർ മധുരാപുരിയിലെത്തി. മധുരാപുരിയിലെത്തി ഉടനെ അക്രൂരൻ പറഞ്ഞു, നിങ്ങൾ അച്ഛനന്മാരായ വസുദേവരെയും ദേവകിയും പെട്ടെന്ന് കാണാൻ ചെല്ലണ്ട, വിഷമം ഉണ്ടാക്കുന്നതാണ്, ആകാശത്ത് കാണാം എന്നൊക്കെ പറഞ്ഞു. കുട്ടികൾ പറഞ്ഞു, വസുദേവഗൃഹം പോകാൻ മോഹമുണ്ണീത്തിരിക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. തൽക്കാലം പോകണ്ട, നിങ്ങൾ മൂലം കംസന വൃദ്ധനെ നിരസിക്കാം. നിങ്ങളായിട്ടുള്ള ബന്ധം കൊണ്ട് ആ കംസൻ അച്ഛനായ വസുദേവരെ എപ്പോഴും നിന്ദിക്കുകയും അപമാനിക്കുകയും ചെയ്യാൻ, നിങ്ങൾ ഇപ്പോൾ പോയി കാണുന്നത് അത്ര നന്നല്ല എന്നർത്ഥം. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളൊരു കാര്യം ചെയ്യാം, മധുരാപുരിയിൽ ആദ്യമായിട്ട് വരികയാണല്ലോ, ഇപ്പോൾ നഗരത്തിൽ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി ഞങ്ങൾ ചുറ്റി നടന്ന് വരാം എന്ന് പറഞ്ഞിട്ട്, സാധിക്കുമെങ്കിലേ ആ കംസന്റെ ഗൃഹവും കൂടി കണ്ടിട്ട് വരാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവിടുന്ന് യാത്ര പറഞ്ഞ് നഗരത്തിൽ ചുറ്റി നടക്കാൻ ഉള്ള സംഭവങ്ങളാണ് പിന്നെ പറയുന്നത്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. വഴിക്ക് വെച്ചിട്ട് ഒരു രചകൻ, അലക്കുകാരെന്നൊക്കെ പറയാം, അല്ല ചായമൊക്കെ വസ്ത്രങ്ങൾക്ക് ചായം കൊടുക്കുന്നവനാണെന്നൊക്കെ ഇവിടെ പറയുന്നുണ്ട്. ഭംഗിയെ അതാണ് രാഗകൃത്താൻ രചകനെ എന്നാണ് പറയുന്നത്, ചായം മുക്കുന്നവനാന്ന് പറയുന്നുണ്ട്. ഭാഗവത്തിൽ അങ്ങനൊരു കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല. രാജകീയമായ വസ്ത്രങ്ങളൊക്കെ അലക്കി കൊണ്ടു കൊടുക്കുന്നവനാണ്. അത് വസ്ത്രക്കെട്ടുമായിട്ട് കുറച്ച് അനുയായികളോടുകൂടി വരികയായിരുന്നു. അപ്പോൾ ഈ വസ്ത്രങ്ങളെ കണ്ടപ്പോൾ യാചകനെ പോലെ കൃഷ്ണൻ ചോദിച്ചു, ഞങ്ങൾക്ക് വല്ലതും തരുമോ ഇല്ലാതെന്ന് ചോദിച്ചു. ഭംഗിയേറുന്ന വസ്ത്രങ്ങളുടൻ ചോദിച്ചതായവർ അവരോടോ രചകൻ, നിങ്ങൾ ആരുടെ കാടന്മാരാ, നിങ്ങൾ ആരുടെ മക്കളാണ്? യാതൊരു ലജ്ജയില്ലാതെ ഈ രാജകീയ വസ്ത്രങ്ങൾക്ക് വേണ്ടി യാചിക്കുന്നുവോ? നിങ്ങളെ അടിക്കും കൊല്ലും ചവിട്ടും എന്നൊക്കെ പറയുന്നില്ല അയാൾ. ഒക്കെ ബുദ്ധമായ വാക്കൊക്കെ പറഞ്ഞു. കൃഷ്ണനാഥൻ രസമായിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് കംസനുള്ള ഈ വസ്ത്രങ്ങൾ നിങ്ങൾ ചോദിക്കാൻ നിങ്ങൾ എത്ര ധിക്കാരില്ലാന്ന് ചോദിക്കുന്നുണ്ട്. അവിടെ കൃഷ്ണൻ പറയുന്നത്, നിങ്ങൾക്കു രാജാവോ കംസൻ എന്നാകിലോ, ഞങ്ങൾക്കു രാജാവോ ഞങ്ങൾ തന്നെ. രജക, നിനക്ക് ഈ കംസന് പേടിയുണ്ടാവാം, ഞങ്ങൾക്ക് പേടിയൊന്നുമില്ല എന്നാണ് ഇയാൾ പറഞ്ഞു. അയ്യോ, നിങ്ങളുടെ ജീവൻ പോയി, നിങ്ങൾ ഇങ്ങോട്ട് വന്നുടൻ പ്രകൃതജ്ഞന്മാർ മൂർഖന്മാർ വസ്ത്രം ചോദിക്കയില്ലയോ? നിങ്ങൾ യാതൊരു ലജ്ജയിലാണ് വിട്ടികളായിട്ട് ഈ രാജകീയമായ വസ്ത്രത്തെ ചോദിക്കുമെന്ന് ചോദിച്ചു.
ഭഗവാൻ ദേഷ്യം വന്നു. ഭഗവാൻ തലയ്ക്ക് വച്ചു അവനെ. എന്നിട്ട് ഒറ്റ ഇടി കൊണ്ട് തന്നെ ചത്തു വീണു എന്നാണ്. അയാൾ തലയ്ക്ക് വെച്ചിതവനെ ഇടിക്കൊക്കുന്ന കൈയിനാൽ ചത്തു വീണ രജകൻ തല പൊട്ടിത്തകർന്നവൻ. ഇത് കൃഷ്ണാവതാരത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. വളരെയധികം ആലോചനയൊന്നുമില്ലാതെ ദുഷ്ടനാണ് ഉടനെ തന്നെ ശിക്ഷിക്കാൻ. രാമാവതാരവും കൃഷ്ണാവതാരവും തമ്മിലുള്ള വ്യത്യാസമാണ്. രാമനാണെങ്കിൽ വളരെയധികം ആലോചിച്ച് ധർമ്മലോകം വന്നു പോകുന്നൊക്കെ ആലോചിച്ച് ക്ലേശിച്ചിട്ട് എന്തെങ്കിലും ചെയ്യുന്നുള്ളൂ. കൃഷ്ണന് പിന്നെ അങ്ങനെ ഏർപ്പാടുകളേ ഇല്ല. വെട്ടൊന്ന് മുറി ഉണ്ട് എന്നുള്ള മട്ടാണ് പലപ്പോഴും കാണുന്നത്. ഇവിടെ അവരും പറയുന്നത് രാമൻ ധർമ്മമൂർത്തി തന്നെ, കൃഷ്ണൻ ധർമ്മത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തു. പക്ഷെ എപ്പോഴും ലോകത്തിൽ എല്ലാവർക്കും സ്വീകാര്യമായ ധർമ്മമല്ല. എല്ലാ ധർമ്മശാസ്ത്രങ്ങളെയും അതിവർത്തിക്കുന്ന, അതായത് അധർമ്മത്തിൻ്റെ ഊക്കിനനുസരിച്ച് അധർമ്മത്തെ അധർമ്മം കൊണ്ട് തന്നെ നേരിടാം എന്നുള്ള പക്ഷക്കാരനാണ് എവിടെ കാണുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ രാജാവിൻ്റെ പരിചാരകനായ ഒരാൾ അയാൾക്ക് സ്വേച്ഛ പോലെ രാജവസ്ത്രങ്ങൾ എടുത്ത് കൊടുക്കാൻ അധികാരമില്ല. ആവശ്യമില്ലാത്ത വാക്ക് പറഞ്ഞു എന്നുള്ള അധികപ്രസംഗം ചെയ്തു എന്നല്ലാതെ അയാൾ വേറെ കുറ്റം ചെയ്തില്ല. അങ്ങനത്തെ ഒരാളെ കൊല്ലുന്ന ചെയ്തു. അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ആൾക്ക് ഭയപ്പെന്ന് ഓടിപ്പോയി. അതിനുശേഷം പൂമാലത്തെരുവിൽ ചെന്നു മണമേറ്റ് ഇവ സന്നിഭർ മാലകളൊക്കെ വെക്കുന്ന ഒരാളെ വീണ്. അയാൾക്ക് ഗുണകൻ എന്നൊരു പേര് ഇവിടെ പറയുന്നുണ്ട്. ഭാഗവത്താണ് പ്രത്യേകിച്ച് മാലാകാരെന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ. അവിടെ ചെന്നു അവർക്ക് നല്ല മാലകളൊക്കെ അയാൾ കൊടുത്തു, സന്തോഷിപ്പിച്ചു. സൗമ്യമൽ ഭക്തയാകും ശ്രീ സമ്പത്താൽ നിന്ന് നിൽക്കുമേ ആ മാലക്കാരൻ അവ്യഗ്രൻ വരം ഇട്ടിട്ടധോമുഖൻ. അവർക്ക് വരം കൊടുക്കുകയും ചെയ്തു. അയാൾ പിന്നെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ആ കുബ്ജയെ കണ്ടത്. ത്രിവക്ര എന്നൊരു പേര് അവൾക്ക് ഭാഗവതത്തിലുണ്ട്. 3 വളവുണ്ടായിരുന്നു അവളുടെ പിൻഭാഗത്ത്, 3 കൂനുണ്ടായിരുന്നു പുറത്ത്. സാധാരണയിൽ ആരും അവളെ അപഹസിക്കല്ലാതെ സന്തോഷമായിട്ടൊന്നും വിളിക്കില്ല. പക്ഷെ ഭഗവാൻ വരാനെ സുന്ദരി എന്നൊക്കെയാണ് വിളിച്ചത്. സുന്ദരി, നീ ഈ കുറിക്കൂട്ടും കൊണ്ട് എവിടെയാണ് പോകുന്നത്? ഇത് കുറച്ച് ഞങ്ങൾ തരുമോ ചോദിക്കുക. കുറിക്കൂട്ടു മാത്രമെന്തിയും ജയേ കുബ്ജയനിയാർക്കാണി അനുലേപനം കൊണ്ടുപോകുന്നത് അബ്ജാക്ഷി ക്ഷിപ്രം ചൊല്ലിത്തരണമേ. സുന്ദരി എന്നുള്ള അർത്ഥത്തിൽ അബ്ജാക്ഷി എന്നൊക്കെ പറഞ്ഞാൽ വാക്കിൻ്റെ അർത്ഥം താമരയുടെ അതുപോലെ നീണ്ട കണ്ണോട് കൂടിയെന്നൊക്കെ ഉണ്ട്. പക്ഷെ ഇതൊക്കെ സാധാരണയിൽ സുന്ദരി എന്നുള്ളതിൻ്റെ പര്യായം പോലെ പറയാൻ. അപ്പോൾ സാധാരണ ഇത്രയധികം കൂനുള്ള വിരതസ്വരൂപിയായ ഇവളെ ആരും സുന്ദരിയെ വിളിക്കാറില്ല. അപ്പോൾ ലോകമനോഹരനായ ഭഗവാൻ ഇങ്ങനെ വിളിച്ചപ്പോൾ അവൾ ആപ്പാട് ലജ്ജ കൊണ്ടും വിഷയമായിട്ട് പറഞ്ഞു, നിങ്ങളെപ്പോലത്തെ സുന്ദരന്മാർക്കല്ലാതെ ആർക്കാണ് ഇത് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് ഭഗവാനെ കുറിക്കൂട്ടുകളെ കൊടുത്തു. അദ്ദേഹമൊക്കെ സ്വീകരിച്ചു. എന്നിട്ട് ഭാഗവത്തിൽ പറയുന്നുണ്ട്, എന്നെ കണ്ടതിൻ്റെ ഫലം ഇപ്പം തന്നെ വരാമെന്ന് പറഞ്ഞിട്ട് അവളുടെ പാദങ്ങളിൽ ചവിട്ടി, കാലുകൊണ്ട് ചവിട്ടിയിട്ട് താടി പിടിച്ച് ഉയർത്തിനെ. അങ്ങനെ അവളെ സർവാംഗ സുന്ദരിയാക്കി തീർത്തു. കൂന് നേർന്നതോട് കൂടിയിട്ട് അവൾക്ക് യാതൊരു ദോഷവും ഉണ്ടായി ഇവിടെ. പക്ഷെ അങ്ങനെയല്ല. ഇവിടെ പറയുന്നത് കൈവിരൽ രണ്ടുകൊണ്ട് അവളുടെ കൂനിൻ്റെ വില പതുക്കെ മർദ്ദിച്ചു എന്നാണ്. ആ കുബ്ജയെ കൂനു നടുക്കായി കൈവിരൽ രണ്ടിനാൽ മെല്ലെ മർദ്ദിച്ചിതാ കണ്ണൻ ലീലാവിധി അറിഞ്ഞവൻ. അവൾ ആ കൂന്നു താഴ്ന്നു കണ്ടു നേർന്നു ശ്രീസ്മിത. ആ കൂനൊക്കെ ഇല്ലാതായി അവൾ നേരെ നിന്നു. അപ്പോൾ തൻ്റെ ശരീരമൊക്കെ സുഭഗമായി തീർന്നപ്പോൾ അവൾ പറഞ്ഞു, അല്ലയോ കൃഷ്ണ, അത് എന്നെ വിട്ടുപോരുത്, എനിക്ക് നിന്നോട് കാമം കൊണ്ട് എന്നെ വിടാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞു. അവൾ അദ്ദേഹത്തിൻ്റെ ഒത്തിരിയൊക്കെ പിടിച്ച് വലിച്ചു. അതുകൊണ്ടാണ് കുബ്ജാകൃഷ്ണ അമ്പരധര എന്ന് ശ്രീകൃഷ്ണൻ്റെ അഷ്ടോത്തര സ്ഥലത്ത് കാണാം. കൃഷ്ണൻ്റെ വരിയായിട്ട് പറയുന്നത് കുബ്ജയാൽ പിടിച്ചു വലിക്കപ്പെട്ട അമ്പരത്തോടു കൂടിയവൻ എന്ന് പറയുന്നതുകൊണ്ട് ഭഗവാനായിട്ട് കുറച്ചൊരു പരിഹാസമായിട്ട് പറയുന്നതായിട്ടാണ് ഭാഗവതത്തിൽ കാണുക. നീ വഴിപോക്കന്മാരുടെ ആധി തീർക്കുന്നവളാണെന്ന് എനിക്ക് മനസ്സിലായി, ഞാൻ സൗകര്യത്തിൽ പിന്നെ വരാമെന്ന് പറഞ്ഞാൽ. വഴിപോക്കന്മാരുടെ ആധി തീർക്കുന്നവളെന്ന് പറഞ്ഞാൽ അവളുടെ സദാചാരത്തെ ഒന്ന് പരിഹസിക്കാൻ. ഇവിടെ ഈ കാമാർത്തയാണെന്ന് പറയുന്നുണ്ട്. കാമാർത്തയാ കുബ്ജയെ ആ കണ്ണൻ വിട്ടു സ്മിതം അമ്മട്ടുകാരനല്ല ഞാൻ ഭദ്രേ ഭോഗേ ശ്രേഷ്ഠമേ. വിചാരിച്ച പോലത്തെ ആളല്ല ഞാൻ എന്ന് പറഞ്ഞതാണ് അവിടെ പറഞ്ഞത്. ഒറ്റതിലല്ല, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വരാം, ഇപ്പം തൽക്കാലം കംസനെ നേരിട്ടൊക്കെ വന്നല്ലോ, അതുകൊണ്ട് പുറപ്പെടാമെന്ന് പറഞ്ഞത്. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവിടുന്ന് പോയി. എന്നിട്ട് ഈ ധനുർയാഗം നടക്കുന്ന സ്ഥലത്ത് എവിടെയാണോ വില്ല് പൂവിച്ച് വെച്ചിരിക്കുന്നത് അത് കാണാൻ വേണ്ടി പോയി. എന്നിട്ട് ചോദിച്ചു, എവിടെയാണ് വില്ല് പൂവിച്ച് വെച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചു. അവർ അതിൻ്റെ കാവൽക്കാരെ കാണിച്ചു കൊടുത്തു. എടുക്കരുത്, തുടരുന്നതൊക്കെ പറയുന്നുണ്ട് അവർ. പക്ഷെ അത് കൂസാക്കാതെ അവരെന്നല്ല ലേശം കൂസാതെ അവിടെ പോയിട്ട് ആ വില്ലെടുത്തു. അത് ഞാനിന്മേൽ കുറച്ച് കെട്ടി അതിഷ്ടം അലച്ചു. കുറച്ച് കഴിയുമ്പോൾ അത് പൊട്ടിക്കുകയും ചെയ്തു. ആ ശ്രേഷ്ഠജാപം കണ്ടിച്ചു കണ്ണൻ ത്വരിത വിക്രമൻ പുറത്തിറങ്ങി വേഗത്തിൽ സംഘർഷണയോ ആവുമേ.
അതിൻ്റെ കാവൽക്കാരായ ഭടന്മാർ കൃഷ്ണൻ നേരിടാൻ വന്നു. ഈ പൊട്ടിയ വില്ലിൻ്റെ കഷ്ണങ്ങൾ കൊണ്ട് ജ്യേഷ്ഠനും അനുജനും അവരെ അടിച്ചു പൊടിച്ചു എന്നൊക്കെ ഭാഗവതത്തിലുണ്ട്. ഇവിടെ പിന്നെ അതൊന്നും അങ്ങനെ വിസ്തരിച്ച് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇതൊക്കെ ഈ ഭടന്മാർ ചെന്നിട്ട് കംസനോട് പറഞ്ഞു, ഇത് അങ്ങയുടെ ഒരു മക്കൾ അവരെ യാഗം കാണാൻ വേണ്ടി അങ്ങനെ ക്ഷണിച്ച് കൂട്ടിക്കൊണ്ടുവന്നതാണ്. അവർ ഇവിടെ എത്തിയിട്ടേ ഉള്ളൂ. ഇപ്പോൾ തന്നെ അവർ രജകനെ കൊന്നു കഴിഞ്ഞു, വില്ല് പൊട്ടിച്ചു, വില്ലിൻ്റെ സംരക്ഷകരായ ഭടന്മാരൊക്കെ അടിച്ചു പൊടിച്ചു എന്ന് പറഞ്ഞു. കംസൻ ആകപ്പാടെ ഭീതനായി. ഇവരെങ്ങനെയാണ് നേരിടേണ്ടതെന്നും തനിക്ക് എന്തൊക്കെ ആപത്തുകളാണ് ഇനി കുട്ടികളെ കൊണ്ട് ഉണ്ടാവാൻ പോകുന്നത് വിചാരിച്ചിട്ട് ഉറക്കില്ലാത്തവനായി തീർന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ആ ഭാഗം തീർന്നത്. ഇനിയുള്ളത് കംസൻ്റെ ആലോചനകളും. കംസൻ പിറ്റേ ദിവസം ഈ രാമകൃഷ്ണന്മാരെ കൊല്ലിക്കാൻ വേണ്ടി കുവലയാപീഠം എന്ന് പറഞ്ഞ ആനയെ ഗോപുരദ്വാരത്തിൽ നിർത്തുന്നു. പിന്നെ മല്ലന്മാർ തമ്മിലുള്ള യുദ്ധം, കംസവധം. ആ ഭാഗങ്ങളൊക്കെ ക്രമത്തിൽ കേൾക്കാം. തൽക്കാലം ഈ പ്രഭാഷണം ഇവിടെ ഉപസംഹരിക്കുകയാണ്. നമസ്കാരം.